ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ ജോയ് ഷാംസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ട്രാവനിക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാനും പിന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ട്രാവൽ നിൽക്കുന്ന യാഴ്ച എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കാണുന്നത്. അപ്പം വന്ന് പോകുന്ന വഴിയിൽ ഞങ്ങളിങ്ങനെ ഒരു നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ ഒരു 100 കണക്കിന് ചെമ്മരിയാടുകൾ ഇങ്ങനെ അവിടെ മേയ്ക്കാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കാണാൻ നമുക്ക് ഈ താഴ്വാരത്തിൽ ഇങ്ങനെ കാണാം. പിന്നെ താഴതിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ പോകുന്ന റോഡ് അവിടേക്കാന്ന് തോന്നുന്നു എത്തിച്ചേരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് തൊട്ട് പിറകിൽ വലിയ മലകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഇതാണ്. ശരിക്കും ഒരു വലിയ റോഡുകൾ, ഒരു താഴ്വാരം, കുറച്ച് വീടുകൾ, മലകൾ, അതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റുന്നത്. ഈ സ്പ്രിംഗ് സീസണിലുള്ള യാത്രയും നല്ല കിടിലനാണ്. നിറച്ചുകൂടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ആണ് റോഡ് സൈഡിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് ഒരുപാട് കാണാൻ പറ്റും. യാച്ചയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഇത് കണ്ടതാണ്. ഞങ്ങൾ ഒരു കൃഷിയാണെന്നല്ല, ഈ യെല്ലോ ഫ്ലവേഴ്സ് ഇവിടെ മുഴുവനായിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും ഈ ഒരു സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷിസ്ഥലം അവരെന്തിനോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിറകിൽ ഒരു ലേക്ക് കാണാം. നല്ലൊരു ഭംഗിയാട്ടോ. അതിൻ്റെ മേഖലയിലേക്ക് നോക്കിയാൽ വീടുകളൊക്കെ കാണാൻ പറ്റും. എന്താ പറയുക, എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയാണ്. വോഡോപ്പാട് എന്ന മറ്റാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കേട്ടോ. ഇതൊരു ടൗണിൽ തന്നെ കേട്ടോ. അങ്ങനെ ഒരു കൂടുതൽ ഉള്ളോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റിവർ ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പം വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ചാടാണ്. അപ്പോൾ ടൗണിലുള്ള എന്തോ ഒരു റിവറിൻ്റെ വെള്ളച്ചാട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടേക്ക് വരാൻ ഒരാൾക്ക് എൻട്രൻസ് ഫീ 5 മാർക്കാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അത് താഴെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ നിന്ന് റോഡുണ്ട്. റോഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. അത് പൈസ ഒന്നും കൊടുക്കാതെ കാണാം. പക്ഷേ ഇതിനടുത്തേക്ക് വന്നിട്ടൊരു വ്യൂ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മാർക്ക് കൊടുക്കണം. പിന്നെ ഫോട്ടോയിലൊക്കെ കണ്ടതിനേക്കാളും കുറച്ച് വെള്ളം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അധികം വെള്ളമൊന്നും കാണുന്നില്ല. ഇപ്പോൾ സമ്മറും കൂടെ സ്ട്രോങ് ആകുമ്പോൾ ആയിരിക്കും കൂടുതൽ വെള്ളം വരിക എന്നാണ് തോന്നുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാൻ ഒരു പല സ്റ്റെപ്പിൽ അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ കയറിയിട്ടും കാണാം. താഴ്ന്ന് വേണമെങ്കിൽ താഴ്ന്ന് കാണാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി വെള്ളച്ചാട്ടത്തിന് അടുത്തിട്ടൊരു ചെറിയൊരു ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ഇങ്ങനെ തിരിച്ചു പോകണം. നല്ല രസമാട്ടോ. എനിക്ക് ആൾ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല ആൾ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്നൊന്നും ആളുകൾ വളരെ കുറവാണ്. കാരണം ഞാൻ ഇവിടെ ഒരു ഫോട്ടോയിലൊക്കെ കണ്ടു. ഇവിടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരാൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അത്രയും ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോസൊക്കെ കണ്ടു. നിങ്ങളിപ്പോൾ കാണുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. ഇതൊരു സിറ്റിയുടെ നടുക്കൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പോൾ ആ നദി ആ ഒരു ക്ലിഫിൽ നിന്ന് താഴോട്ട് പോകുന്ന രീതിയിലാണുള്ളത്. അതാണ് നമ്മൾ ആ വെള്ളച്ചാട്ടമായിട്ട് കണ്ടത്. അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാ
അപ്പോൾ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു വേറെ സ്ഥലത്തേക്ക് വന്നതാണ്. ഒരു വാട്ടർ മിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഏകദേശം വാട്ടർഫാളിൽ അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അത്ര ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ മിൻസിസി അങ്ങനെ എന്തോ ഒരു പേരാണ്. ഞാനത് കറക്റ്റ് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ചെറിയൊരു ഡാം പോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അതിന് താഴെ കുറച്ച് ചെറിയ വീടുകളുണ്ട്. അപ്പോൾ വീടുകളുടെ അടിയിൽ കൂടി ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ എന്നൊരു സെറ്റപ്പ് ഉണ്ട്. മൊത്തത്തിലൊരു ഭംഗി തന്നെയാണ്. കാരണം ഒരു സൈഡിൽ വെള്ളം കാണാം, പാർക്ക് കാണാം, മരങ്ങൾ കാണാം. നല്ല പിന്നെ ഈ മരങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിലത്താണെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കൂടി നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എല്ലാം കാണാൻ. പിന്നെ ഏകദേശം ഇവിടുന്ന് ബോട്ടൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ റെൻറ്റിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളത്. ഈ ലേക്കിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ലേക്ക് ഒരുപാട് ദൂരം പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വാട്ടർഫാൾ കണ്ടില്ലേ, അപ്പോൾ അവിടേക്കാണ് ഏകദേശം ഈ ലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദൂരമൊക്കെ പോകാനുണ്ട്. ഏകദേശം 10-15 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ലേക്കും ഇപ്പോൾ നമ്മൾ കണ്ട വാട്ടർഫാളും ഈ ലേക്കും തമ്മിൽ. ലേക്ക് എന്ന് അവർ കൺട്രോൾ ചെയ്തിട്ടാണ് വെള്ളം ഈ ഭാഗത്തേക്ക് തിരിച്ചു വിട്ടത്. കാരണം ഈ ലേക്ക് അവിടെ ഒരു ബണ്ട് കെട്ടി കുറച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം താഴോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണുള്ളത്. ആ വെള്ളമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്ഥലത്ത് ആ ഒരു വീടിൻ്റെ അടിഭാഗത്തേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ ഫെസിലിറ്റീസ് ഒക്കെ കുറവാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ടോയ്ലറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ സമ്മർ ആകുമ്പോൾ മെയിൻ്റെനൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു ബിൽഡിങ്സ് ഇവിടെ കാണാം, പക്ഷേ ഇപ്പോൾ ഒന്നും ആക്റ്റീവ് അല്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു സമ്മറൊക്കെ ആകുമ്പോൾ ആയിരിക്കും അത് കൂടുതൽ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ അധികം കൂടുതൽ ആൾക്കാരൊന്നുമില്ല, കുറഞ്ഞ ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ പിറകിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ വീടാണ് ശരി. പിന്നെ നമ്മളൊരു പോയിപ്പുണ്ണക്കാരൊക്കെ കുറച്ചുകൂടി വലിപ്പമുള്ള വീടുകളാണ്. ഇങ്ങനത്തെ ഒരു 10, 15, 20 എണ്ണമോ അവിടെ ഉണ്ട്. എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അതിന് അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം വരുന്നത് കാണാം. അപ്പുറത്തുള്ള ഒരു ലേക്കിൽ നിന്നാണ് അവർ വെള്ളം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫുള്ള് മരം കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. നമ്മൾ പോകുന്ന ഈ പാത്ത് വേസ്, അതിൻ്റെ റൂഫ്, അതിൻ്റെ പിന്നെ സൈഡിലെ വാള് എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. പിന്നെ ഇതിനെ പാലങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം സേഫാണെന്നൊന്നും അറിയില്ല. കാരണം ഇവിടെ പാലം മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നും അറിയില്ല. കാരണം ആ ഒരു പാലങ്ങളിങ്ങനെ ജസ്റ്റ് അവിടെ വെച്ചിട്ടുള്ള മരത്തിൻ്റെ പാലങ്ങളാണ്. ഈ മഞ്ഞും മഴയും ഒക്കെ കൊള്ളുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഉറപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് പ്രോക്സോക്കോ ലേക്കിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് പ്രോക്സോക്കോ ലേക്കിലേക്ക് എത്തുക. സരവേയിലേക്ക് പോകുന്ന ഭാഗത്തേക്കാണ്. അപ്പം ഞങ്ങൾ രാത്രി സരവേയിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ കാണുന്നത് ആ ലേക്കിൽ നിന്ന് കുറച്ച് മുൻപോട്ട് വന്നാലൊരു കാഴ്ചയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ എന്താ പറയുക, അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മരത്തിൻ്റെ ഒരു പാലമൊക്കെ ഉണ്ട്. ഇവിടെ ഷോപ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം നിലവിൽ ക്ലോസ്ഡ് ആണ്. നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ മൊത്തത്തിൽ കാണാൻ. കാരണം ആ ഒരു ബ്രിഡ്ജ്, മരത്തിൻ്റെ ഒരു ബ്രിഡ്ജും താഴെ വെള്ളവും മുകളിലും വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പ്രോക്സോക്കോ ലേക്കിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളൊരു വില്ലേജ് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയതായിരുന്നു. ആ വില്ലേജ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. ഒരു സൈഡിൽ ലേക്ക് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ അങ്ങനെ നല്ല നല്ല വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ പശുവിനെയൊക്കെ ഇങ്ങനെ പുറത്ത് കെട്ടിയിട്ടതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മൊത്തത്തിലൊരു സ്വിറ്റ്സർലാൻഡ് വൈബായിരുന്നു മൊത്തം അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പോക്സോക്കോ ലേക്കിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തിയതോടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ഈ പോക്സോക്കോ ലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വരുന്ന വഴിയിൽ നിന്നും കുറച്ചൊരു ഉള്ളോട്ടൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടിയിരുന്നു. അപ്പോൾ അത്ര നല്ല റോഡുകളൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചളി പിടിച്ച റോഡുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് സരവേയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനിലേക്ക് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് നന്ദി.